2026 ഉടനെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾക്കും BJPക്കും ജീവൻ മരണ പോരാട്ടമാണെന്ന് പറയാം. LDFനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചിടത്തോളവും നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണയും വോട്ട് വിഹിത വർധനവ് എന്ന് പറഞ്ഞു മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയും, അതോ പഴയ സ്ഥിതി തുടരുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJPക്കും ഗതിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമോ, ഇതാണ് അന്വേഷിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് പുറത്തു നിൽക്കുകയാണ്. ഘടകകക്ഷികളൊക്കെ തന്നെ അതൃപ്തരായി നിൽക്കുകയാണ്. ഇനി ഒരു തവണ കൂടി, അതായത് വീണ്ടും 5 വർഷം കൂടി പുറത്തു നിൽക്കുക എന്ന് പറയുന്നത് ആലോചിക്കാൻ തന്നെ കഴിയില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് UDFന് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണി തന്നെ ശിഥിലമാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഘടകകക്ഷികളൊക്കെ തന്നെ പല വഴികളിലൂടെ പോകും. മുസ്ലിം ലീഗ് ചിലപ്പോൾ BJPയുടെ വാതിൽക്കൽ പോയി മുട്ടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊക്കെ ചിലർ ചോദിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളവും സ്ഥിതി വിഭിന്നമല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ വലിയൊരു പോരാട്ടത്തിലേക്കായിരിക്കും പോകാൻ തുടങ്ങുക. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ സ്ഥിതി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ CPM സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ നിൽക്കുകയും പ്രവർത്തിക്കുകയുമാണ്. പക്ഷേ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അണികൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കനകോലുവിൻ്റെ സർവേ അനുസരിച്ച് 80-85 സീറ്റുകൾ വരെ കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിയും എന്നാണ് കണക്കുകൂട്ടൽ. ഈ അവസരത്തിൽ കേരളത്തിൽ BJP എത്രത്തോളം മുന്നേറ്റമുണ്ടാകും, എത്ര സീറ്റുകൾ വരെ നേടും? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളുടെ കണക്കനുസരിച്ച് 30,000-ത്തിലധികം വോട്ടുകൾ നേടിയ മണ്ഡലങ്ങള് അവരൊരു പ്രത്യേക കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് A+ മണ്ഡലങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. 10 ഇടങ്ങള് BJP അതീവ ശ്രദ്ധയിൽ നിൽക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ആദ്യം തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കൂ, അതിനുശേഷം നിയമസഭയിലേക്ക് വരാം. അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിജയമാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിജയം. എപ്പോഴും BJPക്ക് ഈ നഗര കേന്ദ്രീകൃതങ്ങളായിട്ടുള്ള ഇടത്താണ് നേട്ടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പരാജയം എന്ന് പറയുന്നത് അത് ജയത്തോളം വരുന്ന പരാജയമാണ്. രാജീവ് ചന്ദ്രശേഖർ എന്നല്ല, O രാജഗോപാലും കുമ്മനവും ഒക്കെ തന്നെ മത്സരിക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ്, ജയത്തോളം വരുന്ന പരാജയമാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത്. നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇടമാണല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾക്ക് ഈ ശശി തരൂരിനെ പോലുള്ള ഒരാളെ എതിരിടാൻ പറ്റിയ സ്ഥാനാർത്ഥി തന്നെയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഗ്രാമീണ മേഖലയിൽ BJPക്ക് നിറം കെട്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താകും ഗതി എന്നുള്ളതാണ്. 40,000-ത്തിലധികം വോട്ട് കിട്ടിയ മണ്ഡലങ്ങളിൽ വൻ ത്രികോണ മത്സരം തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. 10 ഇടങ്ങളാണ് A+ മണ്ഡലങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ BJPയുടെ ഈ ക്രൈസ്തവ മുഖങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. പ്രധാനമായിട്ടും തിരുവല്ലയിലും പൂഞ്ഞാറിലും പാലയിലും കാഞ്ഞിരപ്പള്ളിയിലും മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ്. അതായത് ജോർജ് കുര്യൻ, ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായുള്ള ജോർജ് കുര്യൻ മലയോര മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പാക്കേജ് പോലും അനുവദിച്ചുകൊണ്ടായിരിക്കും കാഞ്ഞിരപ്പള്ളിയിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. അതുപോലെ
BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം ഉണ്ടാകേണ്ട ഇടമെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ നിയമം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. 2016 കിട്ടിയതിനെ 21 നഷ്ടപ്പെട്ടപ്പോൾ അത് വീണ്ടും തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലും അതിപ്രധാനമായിട്ടുള്ള മണ്ഡലമായി മാറിയിരിക്കുന്നു. വട്ടിയൂർക്കാവില് കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരനാണ് മത്സരിക്കാൻ പോകുന്നത്. കെ മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൽ കേരളത്തിലെ RSS പ്രവർത്തകർ മുഴുവൻ അണിനിരക്കും എന്നാണ് അറിയുന്നത്. കാരണം 2021 നേമത്ത് BJPക്ക് പരാജയം ഉണ്ടാക്കിയതിന്റെ ഒരു പ്രധാന കാരണക്കാരൻ കെ മുരളീധരനാണെന്നാണ് പറയുന്നത്. കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും, ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും എന്ന് പറയുന്നത് പോലെ എവിടെ മത്സരിച്ചാലും അവിടിട്ട് ഓടിച്ചിട്ട് പരാജയപ്പെടുത്തും എന്നുള്ള തരത്തിലാണ് കേരളത്തിലെ RSS പ്രവർത്തകർ മുഴുവൻ അണിനിരന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടങ്ങളും നോക്കിയിട്ട് തിരുവമ്പാടിയിലും കൊടുവള്ളിയും ഒക്കെ നോക്കിയിട്ട് അവസാനം കെ മുരളീധരൻ എത്തിയിരിക്കുന്നത് തൻ്റെ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിൽ വന്ന് മത്സരിച്ചാൽ ഇങ്ങനെ ഒരു ഭീഷണി കൂടി ഉണ്ടെന്നുള്ളതാണ്. അവിടെ BJPയിൽ നിന്ന് നടൻ കൃഷ്ണകുമാർ ആണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. നിലവിലെ MLA ആയിട്ടുള്ള പ്രശാന്ത് കൂടിയാണ്. അപ്പോൾ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിലേക്ക് പോകും. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയായിട്ടുള്ള കാട്ടാക്കടയിലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഇടമാണ്. PK കൃഷ്ണദാസ് മണ്ഡലത്തിലെ വലിയ നേട്ടമാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലം 1ാം സ്ഥാനത്തേക്ക് തന്നെ വന്നതാണ്. അതുപോലെ തന്നെ മോദിയുടെ വരവിൽ പലതരത്തിലുള്ള പാക്കേജും തിരുവനന്തപുരത്തിന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതില് ഒരുപക്ഷെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുക, ആ സന്തോഷം മറ്റുള്ളിടത്തേക്ക് കൂടി വ്യാപിപ്പിക്കുകയും ചെയ്തത് നരേന്ദ്രമോദിയാണ്. ബംഗാളിലും ആസാമിലും ഒക്കെ തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ പാലക്കാട് ഇക്കുറി BJP നേടിയെടുക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. പാലക്കാട് ഒരു BJPയിലെ ഒരു ഇതിഹാസ കഥാപാത്രം തന്നെയായ ശോഭാ സുരേന്ദ്രനായിരിക്കും മത്സരിക്കുക എന്ന് ഉറപ്പായിരിക്കുകയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ 2016 അവിടെ മത്സരിക്കുമ്പോൾ 2011 നേടിയ 20,000 വോട്ടിന് ഏതാണ്ട് 40,000-40,000 വോട്ടിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും വോട്ട് 10 മടങ്ങാക്കി മാറ്റും. അത് നമ്മൾ ആറ്റിങ്ങലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കണ്ടിട്ടുള്ളതാണ്. പാലക്കാട് ഇത്തവണ മത്സരം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കില്ല. അതുകൊണ്ട് ഇവിടെ സ്ത്രീപക്ഷത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങുന്നത്. 2021 മത്സരം അവിടെ നടന്നത് ഷാഫി പറമ്പിലും ശ്രീധരനുമായിട്ടായിരുന്നു. അവരെ ഒപ്പത്തിനൊപ്പം പോയതാണ്. 3000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി വിജയിച്ചത്. അതുകൊണ്ട് ഇക്കുറി BJPക്ക് അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ BJPയുടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്. അതുപോലെ കായംകുളം, ഹരിപ്പാട്, ചെങ്ങന്നൂർ, ചാത്തന്നൂർ ഇവിടങ്ങളിലൊക്കെ ചെങ്ങന്നൂരും ആ ഒരു പരിഗണനയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും BJPയുടെ ഇത്തരത്തിലുള്ള ഈ തന്ത്രം ഫലിച്ചു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ പല അത്ഭുതവും സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.